ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷാണെങ്കിൽ നിധിയെ കാണാത്ത ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തായിരിക്കും ഭാസ്കരൻ വന്ന് കയറുന്നത്. സുധീഷിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവിടെ കാണുന്ന ചാരുകസേരയിൽ പോയിരിക്കുകയാണ് കേട്ടോ, ഒരു ബീഡിയും വലിച്ച്. നിധി വരാത്ത ദേഷ്യത്തിൽ ആ ദേഷ്യം മുഴുവൻ നമ്മുടെ ഭാസ്കരൻ്റെ അടുത്ത് തീർക്കട്ടോ സുധീഷ്. അതെ, നിങ്ങളോട് ഇവിടെ ഇരുന്ന് ബീഡി വലിക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിക്കും. ആര് പറഞ്ഞു, എപ്പോ പറഞ്ഞു? ഗവൺമെന്റ് പറഞ്ഞതേ, പബ്ലിക് പ്ലേസിൽ വലിക്കരുതെന്ന. ഇതെന്റെ വീടാ, എനിക്ക് വലിക്കാന്ന് പറയുമ്പോൾ അതിന്റെ പുക എനിക്ക് ഹാനികരാന്ന് പറയുമ്പോൾ നമ്മുടെ ഭാസ്കരൻ പറയൂട്ടോ, അതെ, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല, നിനക്ക് മറ്റാരോടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെന്റെ മേലല്ല തീർക്കേണ്ടതെന്ന് പറയുമ്പോൾ പ്രശ്നമോ, ആർക്ക് പ്രശ്നമെന്ന് ചോദിക്കും. എനിക്കറിയാടാ, നിധിയെ വണ്ടി പഠിപ്പിക്കാൻ നിന്നെ കൂടെ കൂട്ടാത്ത നിനക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് എനിക്കറിയാം. അതെ, അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് നീയാണല്ലോ. അപ്പോൾ അവളെ വണ്ടി പഠിപ്പിക്കാൻ കൂടെ പറ്റാത്തതിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും. എനിക്ക് തോന്നുന്നതേ, അവള് നിന്നെയും കാണുന്നത് മറ്റുള്ളവരെ പോലെയാ. ഇങ്ങനെ പോയാൽ 4 ആങ്ങളമാരും കൂടി ചേർന്ന് അവൾക്ക് പുതിയൊരു ചെറുക്കനെ കണ്ടുപിടിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സുധീഷിനെ ദേഷ്യം വന്ന് ഇവര് പഠിപ്പിക്കുന്ന ആ ഗ്രൗണ്ടിലോട്ട് പോവാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ നികേഷ് ഉഷാറായിട്ട് പഠിപ്പിക്കായിരിക്കും നിധിയെ. അത് കണ്ടുകൊണ്ട് വരുന്ന സുധീഷിനാണെങ്കിൽ ദേഷ്യം പിടിച്ച് നിൽക്കുക. പെട്ടെന്ന് അങ്ങ് ചെന്ന് സ്റ്റോപ്പ് എന്ന് പറയും. അപ്പോൾ നികേഷ് പറയും, അടുത്ത് ഒരു വിധം പഠിച്ചു വരികയായിരുന്നു, അല്ലെങ്കിൽ തന്നെ അടുത്തേക്ക് പേടിയാ. അപ്പോഴാണ് മുന്നിൽ കയറി നിൽക്കുന്നതെന്ന് ചോദിക്കും. നീ ഇറങ്ങിയേ, ഇനി ഞാനൊന്ന് പഠിപ്പിച്ചോട്ട് നോക്കട്ടെ എന്ന് പറയും. അത് അടുത്തി സമ്മതിക്കട്ടെ എന്ന് പറയും. അതിന് സമ്മതമൊന്നും ആവശ്യമില്ല മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നികേഷിനെ ഇറക്കുകയാണ് കേട്ടോ വണ്ടിയിൽ നിന്ന്. എന്നിട്ട് സുധീഷ് അങ്ങ് കയറിയിരിക്കും. ഞാൻ പഠിപ്പിച്ചു തരില്ലേ, നികേഷിനെ പോലും ഞാനാ പഠിപ്പിച്ചേ എന്ന് പറയുമ്പോൾ നികേഷ് പറയുന്നുണ്ട് കേട്ടോ, ഞാനത് ഏടത്തിയോട് പറഞ്ഞതേ ഉള്ളൂ എന്ന്. അപ്പോൾ സുധീഷ് കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ നിധിയുടെ കൈമേൽ കൈ പിടിച്ചിട്ടൊക്കെ ആയിരിക്കും കേട്ടോ. അന്നേരം നിധിക്കത് അത്ര വലിയ സുഖം തോന്നുന്നില്ല. ഇതാണ് ഫ്രണ്ട് ബ്രേക്ക്, ഇതാണ് സ്റ്റാർട്ടിംഗ് ബട്ടൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നിധി പറയും, ഇതൊക്കെ എനിക്കറിയാം, നികേഷ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന്. അതെയോ, ഇത്ര വേഗം പറഞ്ഞു കൊടുത്തോ എന്ന് ചോദിച്ചു. എന്നാൽ നിധി ഒന്ന് ഇറങ്ങിയേ, ഞാൻ ആദ്യം എങ്ങനെ ഓടിക്കാന്ന് കാണിച്ചു തരാം, നീ ബാക്കിലിരിക്കുന്നു പറയും. അങ്ങനെ നിധി ബാക്കിലിരിക്കാൻ ആദ്യം സമ്മതിക്കുന്നൊന്നുമില്ല. വേഗം ബാക്കിലിരിക്കുന്ന നിധി, ഞാൻ ഓടിക്കുന്നത് എങ്ങനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ബാക്കിലിരുത്താണ് കേട്ടോ. എന്നിട്ട് പറയും, തോളിൽ പിടിച്ചോ അല്ലെങ്കിൽ വീണ് പോകുന്നു. അങ്ങനെ നിർബന്ധിച്ച് തോളിലൊക്കെ പിടിപ്പിക്കുകയാണ്. എങ്ങനെയാണ് പതുക്കെ ഓടിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണേ. അതിനിടയ്ക്ക് നിധി തോളിൽ നിന്ന് കൈയെടുക്കുമ്പോഴേക്കും അയ്യോ വീണു പോവും, പിടിക്ക് എന്ന് പറയണേ. അങ്ങനെ വീണ്ടും പിടിക്കുന്നു. അങ്ങനെ 1-2 റൗണ്ടൊക്കെ അടിക്കുമ്പോൾ നികേഷിൻ്റെ അടുത്തേക്ക് വണ്ടി വരാണ് കേട്ടോ. കഴിഞ്ഞാന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ് ഇനി നിധി വണ്ടി ഒറ്റയ്ക്ക് ഓടിക്കട്ടെ എന്ന് പറയുമ്പോൾ അയ്യോ അതിനൊന്നുള്ള പ്രാക്ടീസ് എനിക്കില്ല എന്ന് പറയട്ടോ നിധി. ഇങ്ങനെയൊക്കെയല്ലേ നിധി പ്രാക്ടീസ് ആവുക, കയറി ഇരിക്കും നിധി എന്ന് പറയുമ്പോൾ നിധിക്ക് അത്ര ധൈര്യം ഇല്ല കേട്ടോ. അപ്പോഴും നികേഷ് പറയുന്നുണ്ട്, ഏട്ടാ ഇപ്പോൾ പഠിപ്പിച്ചതല്ലേ ഉള്ളൂ, അങ്ങനെ ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യമൊക്കെ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ധൈര്യം ആവുന്നത്, നീ ഒന്നും മിണ്ടാതിരിക്കുമെന്ന് പറയും. നിധി ഒന്ന് കയറി ഇരുന്നേ എന്ന് പറയും. ഏട്ടത്തി കയറി ഇരിക്കുമെന്ന് പറയുമ്പോൾ നിധി അങ്ങ് കയറി ഇരിക്കുകയാണ്. അപ്പോൾ ആക്സിലേറ്റ് കൂട്ടി അങ്ങ് വിട്ടു കൊടുക്കൂട്ടോ നമ്മുടെ സുധീഷ്. അപ്പോൾ പോകുന്നത് കാണുമ്പോൾ തന്നെ സുധീഷ് നികേഷിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ, എടാ ഇങ്ങനെയാണ് പഠിപ്പിക്കുക, അല്ലാതെ നിന്നെ പോലെയല്ല എന്ന് പറയുമ്പോഴേക്കും നിധി നേരെ പോകുന്നത് ഒരു കാട്ടിലോട്ടാണ്. അത് കാണുമ്പോൾ തന്നെ നികേഷ് പറയും, എന്തോ ഒരു വശപശക്ക് ഉണ്ടല്ലോ എന്ന്. അപ്പോഴും നമ്മുടെ സുധീഷ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരെ പോയിട്ട് ഒരു മരത്തിലിടിച്ച് നമ്മുടെ നിധി അങ്ങ് വീണു കേട്ടോ. അയ്യോ ഇടത്തി വീണു എന്ന് പറഞ്ഞിട്ട് നികേഷും സുധീഷ് അങ്ങ് ഓടിച്ചെല്ലാണ്. അയ്യോ നിധി വീണോ, എങ്ങനെ വീണത്, ഞാൻ ബ്രേക്കൊക്കെ പറഞ്ഞു തന്നല്ലേ, പിടിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ടോ നമ്മുടെ സുധീഷ്. അപ്പോൾ നിധി എണീറ്റിട്ട് പറയും, ആദ്യമായിട്ട് പഠിക്കാൻ വന്ന ഒരാളെ ഇങ്ങനെ ഉന്തി വിടുകയാണോ വേണ്ടത്, അത് ആക്സിലേറ്റർ കൂട്ടി വിട്ടിട്ട്. ഇനി സുധീഷ് എന്നെ പഠിപ്പിക്കണ്ട, നികേഷ് എന്നെ പഠിപ്പിച്ചാൽ മതി. അയ്യോ നിധി, ഞാനതിനു വേണ്ടി ഒന്നും ചെയ്തില്ല കേട്ടോ, ഞാൻ നിധി പതുക്കെ വണ്ടി ഓടിക്കും എന്നല്ലേ വിചാരിച്ചേ എന്ന് ചോദിക്കുമ്പോഴും നമ്മുടെ നിധി പറയും, ഇനി സുധീഷ് എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയില്ല എന്ന് പറഞ്ഞതല്ലേ, പതുക്കെ പഠിക്കാൻ പറ്റുള്ളൂ, അതാ ഞാൻ നികേഷിന്റെ കൂടെ വന്നത്, നികേഷ് എന്നെ പഠിപ്പിച്ച രീതിയാ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുട്ടും കൈ എങ്ങനെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ നികേഷ് ചോദിക്കും, അയ്യോ ഇടത്തി എന്തെങ്കിലും പറ്റിയോന്ന്, നല്ല എരിവുണ്ടടാ എന്ന് പറയുമ്പോൾ സുധീഷ് പറഞ്ഞു, അയ്യോ ഡോക്ടറെ കാണിക്കണോ, അതോ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചു വന്നാൽ മതിയോന്ന്. ഒന്നും വേണ്ട നികേഷേ, ഞാൻ പോകുവാണേ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ അടുത്ത് വണ്ടിക്ക് പിന്നാലെ ഇരുന്നോ, ഞാൻ കൊണ്ടുവിടാന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ നടന്നു പൊക്കോളാം എന്ന് പറയാണ്. എന്നാൽ ഒരുട്ടി പിന്നാലെ വന്നേക്കാന്ന് പറയുന്നു. അങ്ങനെ ഇവരൊക്കെ കൂടി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. സുധീഷ് ആണെങ്കിൽ 1 മൈൽ ബാക്കിൽ നടന്നു വരികയാണേ. അങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോൾ തന്നെ ഭാസ്കരൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് പറ്റി, കയ്യും കാലൊക്കെ
മുറിഞ്ഞിട്ടുണ്ടല്ലോ, മൊടന്തിയാണല്ലോ വരുന്നത്, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ വീണതാ എന്ന് പറയാട്ടോ നിധി. ഓ മനസ്സിലായി, വണ്ടി പഠിക്കുമ്പോൾ വീണതല്ലേ, അതൊക്കെ ഇതിന്റെ മുറയാണ്, അതേതായാലും നന്നായി എന്ന് പറയുമ്പോൾ നമ്മൾ നികേഷ് ബെസ്റ്റ് എന്ന്. അങ്ങനെ ഇവര് പോയിങ്ങാണ്ട് ഒരു ചെയറിലൊക്കെ ഇരിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് വരികയാണ് സുഭാഷ്. അയ്യോ ഇതെന്ത് പറ്റിയാന്ന് ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നുണ്ട്, സുധീഷ് ഏട്ടനെ അടുത്തയാ തള്ളിയിട്ടാന്ന്. അപ്പോഴേക്കും സുധീഷ് കയറി വരുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഭാസ്കരൻ ചിരിക്കാട്ടോ. എന്താടാ നിന്റെ നോട്ടം കാണുമ്പോൾ ഞാൻ അവളെ തള്ളിയിട്ട പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ മിണ്ടാതെ അങ്ങ് കയറി പോവാണ്. അവിടെ ചെന്നിട്ട് നികേഷിന്റെ വർത്താനം കേൾക്കുമ്പോൾ അയ്യോ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയാണ്. അന്നേരം നിധി സുധീഷിനെ ഇതാക്കണ്ട വിചാരിച്ചിട്ട് നല്ലതുപോലെയാണ് കേട്ടോ പറയുന്നത്, ഏട്ടാ ഞാനാ പോയി വീണത്, അല്ലാതെ ആരും എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. അപ്പോഴേക്ക് സുധീഷ് അതുമ്പോൾ പിടിച്ചു കയറിയിട്ട് പറയും നികേഷിന്റെ അടുത്ത്, നിധി പറഞ്ഞ കേട്ടില്ലേ, അവള് തനിയെ പോയി വീണതിന് എന്നെ എന്തിനാ വഴക്ക് പറയുന്നേ? അയ്യടാ ഏട്ടനോട് വഴക്ക് കേൾക്കണ്ട വിചാരിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ പറയുന്നോ എന്ന് ചോദിക്കട്ടോ നിധി പ്ലീസ് പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആക്സിലേറ്റർ മൊത്തം കൂട്ടിയിട്ട് എന്നെ ഉന്തി വിട്ടിട്ട് ഞാൻ പോയി ഇടിച്ചു വീണല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുഭാഷ് ഏടാ നീ എന്തിനാടാ ഈ കുട്ടിയെ തള്ളിയിട്ടേന്ന്? അയ്യോ ഏട്ടാ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, അത് നിധി തനിയെ പോയി വീണതാണെന്നേ. ഓ ഒന്ന് മുറിഞ്ഞെന്ന് വെച്ച് ഇതൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ വരാനുള്ളതാന്ന് സുധീഷ് പറയുമ്പോൾ നിന്നെ പോലെയാണോടാ നിധിന്ന് ചോദിക്കും. ഞാൻ വീണ ചുവന്ന ചോരയും അവൾ വീണ പച്ച ചോരയല്ലേ, ഒന്ന് പോയേട്ടാ, ഞാൻ പണ്ട് എന്തോരം സൈക്കിളിൽ നിന്ന് വീണ് ചോര ഒലിപ്പിച്ചു വരുമായിരുന്നു. സുഭാഷ് ഏട്ടാ എന്താ പറയാറ്, ഇതൊക്കെ അതിന്റെ ഒരു ഭാഗമാണെന്നല്ലേ, ഇപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിക്കും. നീ ഒന്ന് പോയേടാ എന്നും പറഞ്ഞ് നമ്മുടെ നിധിയോട് ചോദിക്കും, മോളെ നീ ചെന്ന് കൈ കഴുകി വാ, ഞാൻ ഒരു ഓയിൽമെന്റ് എടുത്തിട്ട് വരാന്ന്. അങ്ങനെ നിധി പോയി കൈയൊക്കെ കഴുകി വരുന്ന നേരത്തേക്ക് സുധീഷ് ഒന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം നമ്മുടെ ഭാസ്കരൻ ചിരിക്കും കേട്ടോ. സുധീഷ് നേരെ പോയിരിക്കുന്ന ആ ചാരുകസേരയിലാണ്. അപ്പൊ ചിരിയാണ്. അവ സുധീഷ് പതുക്കെ എണീറ്റ് വന്നിട്ട് ചോദിക്കും, നിങ്ങൾ കാരണം വെറുതെ ഇരിക്കുന്ന എന്നെ മൂട്ട് കുത്തി വിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഭാസ്കരൻ പറയും, എടാ ഞാൻ അങ്ങനെയാണോ ഉദ്ദേശിച്ചത്, ഇത് നിന്റെ ജീവിത, സൂക്ഷിച്ചിടപെടണം എന്നല്ലേ, നീ ഇങ്ങനെ ഒരു മരക്കഴുത്തി ആയിപ്പോയത് എന്റെ കുഴപ്പമാണോ എന്ന് ചോദിച്ച് വീണ്ടും ചിരിക്കുകയാണ് കേട്ടോ. അന്നേരം സുധീഷ് തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാണ്. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് ഓയിൻമെന്റ് കൊണ്ട് കൊടുക്കുന്നു. നികേഷാണ് കേട്ടോ പരട്ടി കൊടുക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ സുധീഷിനാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയും, നിധി കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക, വൈകുന്നേരം ആകുമ്പോഴേക്കും അത് കരിഞ്ഞോളുന്ന്. ആ ഏട്ടാ എന്ന് പറഞ്ഞിട്ട് നിധി അങ്ങ് പോകുന്ന നേരത്തെ സുധീഷ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ തന്നെ സുഭാഷ് പറയും, മോളെ ആ കഥകങ്ങ് അടച്ചേക്കെന്ന്. അപ്പോൾ സുധീഷ് നേരെ സുഭാഷിൻ്റെ മുഖത്തേക്കായിരിക്കട്ടോ നോക്കുന്നത്. എന്താണ് നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സുഭാഷിനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് അങ്ങ് പോവാണ്. ഏട്ടന് തോന്നുന്നുണ്ടോ ഞാൻ അവളെ തള്ളിയിടുന്നു? പിന്നെ നീ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോയെന്ന് ചോദിക്കും. ഞാൻ അവളുടെ ഭർത്താവല്ലേ ഏട്ടാ, അതുകൊണ്ട് നിങ്ങളൊക്കെ കാരണം എനിക്ക് അവള് തമ്മിൽ ആ ഒരു ബോണ്ടില്ലാത്ത അതിന്റെ കാരണം എനിക്ക് മനസ്സിലായി എന്ന് പറയും. എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെയൊക്കെ അവള് കാണുന്ന പോലെ തന്നെ ഏട്ടാ എന്നെയും കാണുന്നതെന്ന് എനിക്കൊരു സംശയം എന്ന് പറയുമ്പോൾ സുഭാഷ് അങ്ങ് ഉറക്കെ ചിരിക്കും കേട്ടോ. എന്നിട്ട് സുഭാഷ് പറയും, അതെ നീ പറയുന്നത് ശരിയാണ്, എന്നെ അവളുടെ മൂത്ത ഏട്ടൻ്റെ സ്ഥാനത്തും മറ്റുള്ളവരുടെ ഇളയ അനിയന്മാരുടെ സ്ഥാനത്തും തന്നെ കാണുന്നത്. പക്ഷെ നിന്നെ കാണുന്നത് അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ അത് തന്നെ പറഞ്ഞേ, എന്നെ കാണുന്നത് അങ്ങനെയല്ല, എന്നെ അങ്ങനെ പോലും കാണുന്നില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ അത് നല്ലതല്ലേടാ, എന്നെ ഇപ്പോൾ ഒരു ഫ്രണ്ടായിട്ട് കാണുന്നുണ്ട്, കുറച്ചും കൂടി കഴിയുമ്പോൾ അത് പാർട്ട്ണറിന്റെ ഭാഗത്തേക്ക് വളരാനും ചാൻസ് ഉണ്ട്. പിന്നെ നീ അവളെ ചതിച്ച് കൊണ്ടുവന്നാന്ന് അവൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പിന്നെ ഞങ്ങളെക്കാൾ കെയർ നിനക്കാന്ന് നീ വരുത്തി തീർക്കണം. അന്നേരം നിനക്ക് അവളുടെ മനസ്സിലൊരു ഇടം ഉണ്ടാവും. അപ്പോൾ ഇപ്പം കിട്ടാത്ത സ്നേഹം അന്ന് വാരിക്കോരി തരും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സുധീഷ് അതും കേട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.